അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലിഫ് ലാം റാ. ഈ ഹർഫുകളെക്കുറിച്ച് നാം മനസ്സിലാക്കിയതാണ് നേരത്തെ തന്നെ. അൽ ഹുറൂഫുൽ മുഖത്തഅ എന്നറിയപ്പെടുന്ന ഹർഫുകളാണ്. ഹുറൂഫുൽ മുഖത്തഅയെ സംബന്ധിച്ച്, അഥവാ ഇതുപോലെ വരുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ തുടക്കത്തിൽ കാണപ്പെടുന്ന ഇത്തരം ഹർഫുകൾ അൽ ഹുറൂഫുൽ മുഖത്തഅ എന്ന് ഇവ അറിയപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, അതിലൊന്ന് ഹിയ മിൻ കലാമില്ലാഹ്, അള്ളാഹുവിൻ്റെ കലാമുകളിൽ പെട്ടതാണത്. അഥവാ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അതുകൊണ്ട് തന്നെ ഹുറൂഫുൽ മുഖത്തഅ അത് ഖുർആനിൻ്റെ ഭാഗമാണ്, അള്ളാഹുവിൻ്റെ കലാമുകളിൽ പെട്ടതാണ്, ഖുർആനിൽ പെട്ടതാണ്. എന്നാൽ അതിൻ്റെ തഅ്വീൽ, അതിൻ്റെ മഅന, വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്, ഇതിൻ്റെ തഅ്വീൽ, ഇതിൻ്റെ മഅന എന്താണ്, അതിൻ്റെ തഫ്സീർ എന്താണ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും പണ്ഡിതന്മാർ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, അറബി ഭാഷയിൽ 29 ഹർഫുകളാണുള്ളത്. 29 ലെറ്റേഴ്സാണ് ഹുറൂഫുൽ ഹിജായിയയിൽ ഉള്ളത്. 29 ലെറ്ററുകൾ. പരിശുദ്ധ ഖുർആനിലെ 29 അധ്യായങ്ങളിലാണ് ഹുറൂഫുൽ മുഖത്തഅ കൊണ്ട് തുടങ്ങുന്നത്. അതതിൻ്റെ ഒരു ഇജാസിൻ്റെ ഭാഗമാണ്. 29 ലെറ്റേഴ്സാണ് അറബി ഭാഷയിൽ ഉള്ളത്, ഹുറൂഫുൽ ഹിജായിയയിലുള്ളത്. 29 അധ്യായങ്ങളിൽ ഈ ഹുറൂഫുൽ മുഖത്തഅ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ തഅ്വീൽ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന നിലക്കല്ലാതെ പണ്ഡിതന്മാർ സൂചിപ്പിച്ച അതിലെ ഒരു തത്വമുണ്ട്. എന്താണ് ആ തത്വം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ കെട്ടിച്ചമച്ചതാണ് എന്ന നിഷേധികളുടെ വാദം, അം യഖൂലൂന ഇഫ്തറാഹ്, അവർ പറയുന്നുവോ പ്രവാചകനാണിത് കെട്ടിച്ചമച്ചത് എന്ന്? എങ്കിൽ ഇതാ അറബി ഭാഷയിലെ ഹർഫുകളാണിത്. അലിഫ് ലാം, അലിഫ് ബ, ഇതൊക്കെ ഹുറൂഫുകളാണ്. ഈ ഹുറൂഫുകൾ കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിച്ചമച്ചതാണ് ഖുർആനെങ്കിൽ, അതേ ഹർഫുകൾ ഇതാ നിങ്ങളുടെ മുന്നിൽ, നിങ്ങൾ ഇതുപോലെ ഒരു ആയത്ത് കൊണ്ടുവരൂ, ഇതുപോലൊരു കലിമത്ത് കൊണ്ടുവരൂ, ഇതുപോലൊരു അധ്യായം കൊണ്ടുവരൂ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു തത്വം അതിലുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. അത് ഇതിൻ്റെ മഅന എന്നുള്ള അർത്ഥത്തിലല്ല, അങ്ങനെ ഒരു തത്വം അതിലുണ്ട് എന്ന അർത്ഥത്തിൽ. അല്ലാഹു ആലം. ഏതായിരുന്നാലും ശരി, അതുകൊണ്ടുള്ള ഉദ്ദേശം റഹ്മാനായ റബ്ബിനാണ് പൂർണ്ണമായും അറിയുന്നത്. എങ്കിലും ഇത് പരിശുദ്ധ ഖുർആനിൻ്റെ കലാമിൽപ്പെട്ടതാണ്.